നല്ല രീതിയിൽ ജീവമാതാ കാരുണ്യ ഭവനം നടത്താത്തതിന്റെ പേരിൽ പലരെയും ചൂഷണം ചെയ്യുന്നുണ്ട് എന്നതിന്റെ പേരിൽ വീഡിയോ ചെയ്തിട്ട യൂട്യൂബേഴ്സിനെയും പ്രതി ചേർത്ത് ജീവമാതാ കാരുണ്യ ഭവന്റെ MD ഉദയഗിരിജ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. യൂട്യൂബേഴ്സ് എങ്ങനെയാണ് ഇവരുടെ കേസിൽ പങ്കുചേർക്കുന്നത്? യൂട്യൂബേഴ്സിനെ ഇതിൽ ചേർക്കേണ്ട കാര്യം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബേഴ്സ് എല്ലാവരും. 27 യൂട്യൂബേഴ്സിനെതിരെയാണ് ജീവമാതാ കാരുണ്യ ഭവൻ MD ഉദയഗിരിജ കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പരിസരത്ത് വരികയോ വീഡിയോ എടുക്കുകയോ അന്തേവാസികളുമായിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ വന്നിട്ടില്ല. എൻ്റെ കാര്യം മാത്രം പറയാം. മറ്റ് യൂട്യൂബേഴ്സിൽ ചിലരൊക്കെ പോയിട്ടുണ്ട്, ചിലർ പോകാത്തവരുമുണ്ട്. എല്ലാവരുടെയും വീഡിയോ കണ്ടു. ഉദയഗിരിജയ്ക്ക് ഇന്നലെ നിർണായക ദിവസമായിരുന്നു, ജാമ്യം. അപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്. ഇനി 30-ാം തീയതി വാദം കേൾക്കും. പിന്നെ അന്തേവാസി ഗർഭിണിയായതിൻ്റെ പൂർണ്ണ വിവരം, സമയം, അന്തേവാസിയെ മകൻ കല്യാണം കഴിച്ചു, ഗർഭിണിയായിരിക്കെയാണ് കല്യാണം കഴിച്ചത് എന്നെല്ലാമാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഇത് പുറത്തു വന്നപ്പോൾ ഒത്തിരി പേര് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും DNA ടെസ്റ്റ് നടത്തി അതിന്റെ റിപ്പോർട്ടാണ് കോടതിക്ക് വേണ്ടത്. അതുകൊണ്ടാണ് 30-ാം തീയതി വരെ നീട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, 30-ാം തീയതി ഗിരിജയ്ക്കും മകനുമൊക്കെ ഇത് നിർണായക ദിവസവും കൂടിയാണ്. മകൻ പോക്സോ കേസിലെ പ്രതി തന്നെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ന്യൂസിലെല്ലാം കണ്ടത്. എന്തായാലും ഉദയഗിരിജയെ കുറിച്ച് കുറേ ദിവസങ്ങൾക്ക് മുന്നേ വീഡിയോ ചെയ്തതാണ്. ഞാൻ വീഡിയോ ചെയ്തിട്ടേ ഇല്ല. കാര്യം എന്താണ് സത്യാവസ്ഥ എന്നറിയാതെ നമ്മൾ വെറുതെ വീഡിയോ ചെയ്തിടുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട്. അവിടെ പോയ പലരും വന്ന് വീഡിയോ ചെയ്യുകയും വോയിസ് എടുക്കുകയും അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ടവരും അടുത്ത് അയൽവാസികളുമായിട്ടുള്ളവരും എല്ലാവരും തമ്മിലുള്ള സംഭാഷണങ്ങളും എല്ലാം വീഡിയോയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. മകൻ്റെ ഭാര്യ, കുഞ്ഞ് ഇവരുടെ ഫോട്ടോ വെച്ചെന്നോ അവരെ യൂട്യൂബിൽ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരുടെ ഒന്നും ഫോട്ടോയോ വീഡിയോയോ വെച്ച് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെതായ സംഭാഷണത്തിലൂടെ മാത്രമാണ് ആ വീഡിയോ എല്ലാം ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ തമ്പനയിൽ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് മാറിപ്പോകും. അന്നൊന്നും എനിക്കിതിൻ്റെ ഒന്നും സംഭാഷണമൊന്നും കിട്ടിയിട്ടില്ല. ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൻ്റെ വീഡിയോ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മളൊരു വീഡിയോ കണ്ടാൽ അതിനെ റിയാക്ട് ചെയ്യുന്നു, അത്രമാത്രം. ഗിരിജ, മകൻ, മകളുടെ ഭർത്താവ്, ഇവർക്ക് 4 പേർക്കുമാണ് ജാമ്യം ആവശ്യപ്പെട്ട് ജാമ്യത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു. അപ്പോൾ ഇന്നലെ ജാമ്യം കിട്ടാത്തതിൻ്റെ പേരിലും ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അറസ്റ്റ് വേണോ ജാമ്യം വേണോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. നമ്മളൊരു വിഷയം കിട്ടിയാൽ അതിനെ കുറിച്ച് ഒരു വാർത്ത തയ്യാറാക്കി പറയുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. ആരൊക്കെയാണ് എന്നൊന്നും അറിയില്ല. എന്തായാലും 30-ാം തീയതി ആവുമ്പോഴേക്കും അതിനൊക്കെ ഒരു തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളായിട്ടുള്ള അന്തേവാസികളെയെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്, വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് അമ്മമാരാണുള്ളത്. ഈ അമ്മമാർ അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അമ്മമാർക്ക് ഭക്ഷണവും ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. പഴയതുപോലെ ഒന്നുമല്ല. അപ്പോൾ യൂട്യൂബേഴ്സ് ഇതിൽ കുറച്ച് വാർത്തകൾ വിട്ടപ്പോൾ എന്തായാലും അവിടുത്തെ അന്തേവാസികൾക്ക് സമയത്തിന് ഭക്ഷണമൊക്കെ കിട്ടാൻ തുടങ്ങിയല്ലോ. നേരത്തെ കണ്ടിരുന്ന വീഡിയോയിലൊക്കെ പറയുന്നത് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, നമ്മൾക്കിവിടെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, അവർ നമ്മളെ അടിക്കുന്നു, തൊഴിക്കുന്നു എന്നൊക്കെ അവിടുത്തെ അന്തേവാസികൾ തന്നെ പറഞ്ഞതായിട്ട് മറ്റു വീഡിയോകളിൽ കേട്ടിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. അവർ സമാധാനപരമായിട്ടാണ് അവിടുത്തെ അന്തേവാസികൾ ഇപ്പോൾ കഴിയുന്നത്.
അതിൽ സന്തോഷം. എന്തായാലും ബെയിൽ കിട്ടുമോ എന്നറിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. എനിക്കിന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വീഡിയോ ഇടുന്നു. എൻ്റെ ഓരോരുത്തരും വീഡിയോ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ കിട്ടുന്നത്. അതനുസരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ ഒരാളെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഉള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറുതാണ്, ഇത്രയേ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായി അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് തോന്നുന്നത്.